ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ബ്ലൂടൂത്ത് ഇല്ലാത്തൊരു സ്റ്റീരിയോ ഉള്ള വണ്ടിയിൽ നമ്മൾ എങ്ങനെ അതിനെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ചെയ്യാമെന്നാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്ന ഒരു ഡിവൈസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു അഡാപ്റ്റർ നമുക്ക് വാങ്ങിട്ടും. ഇത് 180 രൂപ 200 രൂപ റേഞ്ചിൽ വരുന്നതാണ്. പല പല കമ്പനികളുടെ ഉണ്ട്. ഇത് വെൻജോയ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബ്ലൂടൂത്ത് കണക്ടറാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത് എന്റെ സ്വിഫ്റ്റ് കാറിലാണ്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇതിന് വേണ്ടതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ സാധാരണ USB പോർട്ട് കാണാൻ സാധിക്കുമല്ലോ, ഈ കാണുന്ന പോർട്ട്, ആ പോർട്ടിലാണ് നമ്മളിത് കുത്തേണ്ടത്. അപ്പൊ നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മുടെ വണ്ടി ഒന്ന് ഓൺ ചെയ്യാം. അപ്പൊ നമ്മുടെ വണ്ടി ഓണായി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ സ്റ്റീരിയോ ഓണായി. അപ്പൊ ഇപ്പൊ വരുന്ന പുതിയ വണ്ടികളിൽ ഓൾറെഡി സ്റ്റീരിയോയില് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഇപ്പൊ ഇത് പഴയ വണ്ടി ആയതുകൊണ്ടാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ലാത്തത്. അപ്പൊ നമ്മുടെ സാധാരണ ഓണായി വരുമ്പോ നമ്മുടെ FM-ലായിരിക്കും ഓണായി കിടക്കണ്ടാവുക. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യണോണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റീരിയോ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാണ്. സ്റ്റീരിയോയിലേക്ക് നമ്മുടെ USB പോർട്ടിലേക്ക് ഇത് കണക്ട് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. ഇതിപ്പോ നമുക്ക് വില കൂടിയതുണ്ട്. വില കൂടിയത് എന്റെ അറിവില് ഒരു മാക്സിമം ഒരു റേഞ്ച് 350 450 റേഞ്ചിലൊക്കെയാണ് മാക്സിമം ഉള്ളത് വരുന്നത്. ഇപ്പൊ ഞാനിതൊരു 200ന്റെ എടുത്തിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെ കണക്ട് ചെയ്യാന്നാണ് ഇപ്പൊ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മളിത് ഒരു ബ്ലൂ ലൈറ്റ് കത്തിയതിനു ശേഷം നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇവിടെ USB എന്നൊരു മോഡൽ കാണാൻ പറ്റും. USB-ൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഡിവൈസ് റെഡിയാണ് ഇത് കണക്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ മൊബൈൽ എടുത്തതിന് ശേഷം മൊബൈലിന്റെ മേലെ പോയിട്ട് ബ്ലൂടൂത്ത് കണക്ഷനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ബ്ലൂടൂത്തിന്റെ സിമ്പിളിൽ പോയി ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ ഓട്ടോമാറ്റിക് സെർച്ച് ചെയ്തിട്ട് ഇവിടെയുള്ള ഡിവൈസുകൾ വരും, ബ്ലൂടൂത്തിന്റെ ഡിവൈസുകൾ. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഞാൻ BT ഡോങ്കിളാണ് ഇതിന്റെ ഡിവൈസിന്റെ പേര്. ഞാൻ അത് കണക്ട് കൊടുക്കാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ കണക്റ്റഡ് എന്ന് കാണിച്ചു. ഇപ്പൊ നമുക്കൊരു ട്യൂണും വണ്ടിയിലേക്ക് കേൾക്കാൻ സാധിച്ചത് ഇതിന്റെ കണക്ഷന്റെ ട്യൂണാണ്. 2 റിങ് അടിക്കുന്നത് ഇതിൽ എഴുതി കാണിച്ചുള്ളത്. നിങ്ങൾക്ക് ഇനി കോളും മീഡിയം ഇതിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഞാനൊരു സോങ് വെച്ച് കാണിച്ചുതരാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ MP3 എഴുതി കാണിക്കുന്നുണ്ട്. അത് മുന്നേ നമ്മൾ USB-ൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി കാണിക്കുന്നതാണ്. ഞാനൊരു സോങ് വെക്കഴിഞ്ഞ് ഇപ്പൊ സോങ് ഓക്കെ, ഞാൻ സോങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ട് കുറച്ചിട്ടിരിക്കുകയാണ്. ഇതിലെ സൗണ്ട് ഞാൻ നമുക്ക് സൗണ്ട് വർക്കണമെങ്കിൽ ഇത് വെച്ച് സൗണ്ട് വർക്കുക. പിന്നെ നമുക്ക് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ട്രബിൾ ഫീൽ ചെയ്തല്ലോ, അതൊരു മിസ്റ്റേക്ക് മാതിരി. അത് തന്നെ ആ ബ്ലൂടൂത്തും നമ്മുടെ സ്റ്റീരിയോ ആയിട്ട് ഒരു സിങ്ക്രണൈസ് ചെയ്യാനുള്ള ഒരു ടൈം എടുത്താണ് അത് കാണിക്കുന്നത്. അതൊരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ആവും. അപ്പൊ നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ കൂടെ നമുക്ക് ഇനി സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ സൗണ്ട് ഇതിലൂടെയും സൗണ്ട് കുറയ്ക്ക് കൂട്ടും. നമ്മുടെ സൈഡിലെ ബട്ടൺ, മൊബൈലിന്റെ സൈഡ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് സൗണ്ട് കൂട്ടും കുറയ്ക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ പാട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പാട്ടിലേക്ക് ചേഞ്ച് ആയി പോയിക്കോളും. അപ്പൊ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പമാണ്. വെറുതെ 100 ഒരു 199 രൂപയ്ക്ക് ഒരു അത്യാവശ്യം നല്ല റേഞ്ച് ബ്ലൂടൂത്ത് റേഞ്ച് ഉള്ളത് കിട്ടും. ഇത് 2.1ന്റെ ആണ്. ഇപ്പൊ 4.1 5.1ന്റെ ബ്ലൂടൂത്ത് കണക്ടർ കിട്ടും. പിന്നെ 5.1ന് എന്റെ അറിവില് 399 ആണ്, 399 രൂപ വരെ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.